ജിയോ സന്ദേശത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പ്രതിദിന ധ്യാന ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 16 അധ്യായം 15 വചനം. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കുന്നവർ ആകുന്നു. ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിനു മുമ്പാകെ അറപ്പാകുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 16 അധ്യായം ചരിത്രപ്രസിദ്ധമായ അധ്യായമാണ്. ധനവാന്റെയും ലാസറിന്റെയും സംഭവ കാര്യം കർത്താവായ യേശുക്രിസ്തു പറയുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് ആദ്യത്തെ ഭാഗത്ത് അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ സമ്പാദിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന കാര്യം കർത്താവ് ഒരു ഉപമയായിട്ടാണ് അവരോട് പറഞ്ഞത്. ഈ വചനം, ഇന്ന് നമ്മൾ വായിച്ച വചനം, സത്യത്തിൽ ഇന്നാണ് ഞാൻ ശ്രദ്ധിക്കാനായിട്ടിടയായത്. 30-ലധികം പ്രാവശ്യം വേദപുസ്തകം വായിച്ച് തീർത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വാക്യം ഇതുവരെയും എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലാത്ത ഒരു വാക്യമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ വളരെ വേദനയുണ്ടാക്കിയ ഒരു വാക്യമാണ്. പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചില കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു നമ്മളോട് വ്യക്തിപരമായി പറയുന്നൊരു കാര്യം, നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കുന്നവർ ആണ്. പല കാര്യത്തിലും നമ്മൾ നമ്മളെ തന്നെ നീതീകരിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രവൃത്തികൾ തെറ്റാണെങ്കിൽ പോലും അത് തെറ്റല്ല എന്നുള്ള നിലയിൽ നാം നീതീകരിച്ചിട്ടുണ്ട്. നമ്മുടെ മനോഭാവം പലപ്പോഴും തെറ്റായി പോയിട്ടുണ്ട്. പക്ഷേ മനുഷ്യരുടെ മുമ്പിൽ അതിനെ നാം നീതീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ശുശ്രൂഷകൾ പലപ്പോഴും മനുഷ്യരുടെ മുമ്പാകെ നീതീകരിച്ച് ശുശ്രൂഷിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഏതോ വലിയ സംഭവമാണ്, നീതിമാന്മാരിൽ പരിശുദ്ധനായ നീതിമാനാണ് എന്നുള്ള നിലയിലൊക്കെ ഒരുപക്ഷെ നാം സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ദാനങ്ങളെക്കുറിച്ച് നാം ഒരുപാട് മനുഷ്യരുടെ മുമ്പിൽ നീതീകരിച്ച് പറയാറുണ്ട്. നാം ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ, മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുള്ള പണം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള സമയം, അവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞില്ലെങ്കിലും കുടുംബത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സഹോദരന്മാരോടാണെങ്കിലും നാം ഒരുപക്ഷെ ഷെയർ ചെയ്തിട്ടുണ്ടാകാം. അർത്ഥം, മനുഷ്യരുടെ മുമ്പാകെ നാം നമ്മെ തന്നെ നീതീകരിക്കുകയാണ്. നമ്മുടെ സൽപ്രവൃത്തികൾ നാം അതും മറ്റുള്ളവരുടെ മുമ്പാകെ നീതീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. എന്നാൽ ദൈവം പറയുന്നത്, ഇതെല്ലാം മനുഷ്യരുടെ മുമ്പിൽ മാനമുള്ളതാണ് എന്ന് നിങ്ങൾ തോന്നുന്നെങ്കിൽ ദൈവത്തിന് മുമ്പാകെ അത് അറപ്പാണ്. ദൈവം നിങ്ങളുടെ ഹൃദയം അറിയുന്നു. മനുഷ്യരുടെ മുമ്പിൽ ഉന്നതമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളെല്ലാം ദൈവത്തിന് അറപ്പാണ്. അബോമിനബിൾ എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അർത്ഥം, ദൈവത്തിന് ഏറ്റവും വെറുക്കുന്നത്, വെറുപ്പുളവാക്കുന്നത്, വളരെ മോശമായത് എന്ന അർത്ഥങ്ങളൊക്കെയാണ് അബോമിനബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം. നാം പലപ്പോഴും അത് നീതീകരിച്ച് ഏറ്റവും ബെസ്റ്റാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ വചനം നമ്മെ കീറി മുറിക്കുകയാണ്. അത് ദൈവത്തിന് മുമ്പാകെ അറപ്പാണ്. മനുഷ്യരുടെ മുമ്പാകെ പ്രശസ്തിക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അതെല്ലാം അറപ്പാണ്. കാരണം ദൈവം നമ്മുടെ ഹൃദയം അറിയുന്നു എന്നുള്ളതാണ്. നാം ഏത് കാര്യത്തിനു വേണ്ടി ചെയ്തു, അതിൻ്റെ പിമ്പിലുള്ള ചേതോവികാരം എന്തായിരുന്നു? ഒരാളോട് സുവിശേഷം പറയുന്നു, ഒരു ബൈബിൾ ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നു, ഒരു കൺവെൻഷൻ സംസാരിക്കുന്നു പോകുന്നു, എന്ത് ശുശ്രൂഷ ആയിക്കോട്ടെ, ചെറുതും വലുതുമായിരിക്കുന്ന ഏത് ശുശ്രൂഷ ആയിക്കോട്ടെ, ഒരു ട്രാക്ട് കൊടുക്കുന്നതായിക്കോട്ടെ, അതെല്ലാം മനുഷ്യരുടെ മുമ്പാകെ നീതീകരണത്തിന് വേണ്ടിയാണ് നാം ചെയ്യുന്നതെങ്കിൽ, മനുഷ്യരുടെ മുമ്പാകെ പ്രശസ്തിക്ക് വേണ്ടിയാണ് നാം ചെയ്യുന്നതെങ്കിൽ, മനുഷ്യരെ കാണിക്കാനാണ് നാം ചെയ്യുന്നതെങ്കിൽ, ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത് അത് ദൈവത്തിന് മുമ്പാകെ അറപ്പാണ് എന്നുള്ളതാണ്. എത്രയോ ഒരു വലിയ വചനമാണത്. നാം ശ്രദ്ധിക്കാതെ, നാം വേണ്ടത്ര പരിഗണന കൊടുക്കാതിരിക്കുന്ന ഒരു വാക്യം. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ
ദൈവത്തിന് അറപ്പായിട്ടുള്ളതല്ലേ നാം കൂടുതൽ ചെയ്യുന്നത്? മനുഷ്യരുടെ മുമ്പാകെ നമ്മളെ തന്നെ ഉയർത്തി കാണിക്കുവാൻ, മനുഷ്യരുടെ മുമ്പാകെ നമ്മളെ തന്നെ പ്രശസ്തിക്ക് വേണ്ടി കൊണ്ടുവരുവാൻ, മനുഷ്യർക്ക് മുമ്പാകെ നമ്മളെ തന്നെ ഏതോ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത് അതെല്ലാം ദൈവത്തിന് മുമ്പാകെ അറപ്പാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നാം ചെയ്തു കൂട്ടിയിട്ടുള്ള, മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കാൻ നാം ശ്രമിച്ചിട്ടുള്ള എല്ലാ തെറ്റുകളെയും ദൈവത്തിന് മുമ്പാകെ തുറന്ന് സമ്മതിക്കാം. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ വാക്യം എന്നെ ഏറ്റവും അധികം മുറിവേൽപ്പിച്ച, എന്നിലേക്ക് തിരിഞ്ഞു നോക്കാൻ സഹായിച്ച ഒരു വാക്യമാണ്. പ്രിയമുള്ളവരെ, ഈ വചനം നമ്മുടെയും ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം, നമ്മുടെ കുറവുകളെ ഒന്ന് കാണാം, ദൈവത്തിലേക്ക് മടങ്ങി വരാം. അതിന് സർവശക്തനായ ദൈവം നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. പിതാവെ, നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഒരു ദിവസം കൊണ്ട് നൽകിയുണ്ട് സ്തോത്രം. ഒരു ചെറിയ ചിന്തയാണെങ്കിലും അതിൻ്റെ ആഴം എത്രയോ വലുതാണ്. ഞങ്ങൾ പലപ്പോഴും മനുഷ്യരുടെ മുമ്പാകെ ഞങ്ങളെ തന്നെ നീതീകരിക്കാൻ നീതീകരിച്ചിട്ടുണ്ട്. കർത്താവെ, അത് ദൈവത്തിന് മുമ്പാകെ അറപ്പാണ് എന്ന് ഞങ്ങളെ ഓർപ്പിച്ചതുകൊണ്ട് സ്തോത്രം. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പല നിലകളിൽ ബുദ്ധിമുട്ടും പ്രയാസം അനുഭവിക്കുന്നവർക്ക് വിടുതൽ ഇറങ്ങിയിട്ടണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ തന്നെ, ആമേൻ.